1 പത്രോസ് അധ്യായം 2. അതുകൊണ്ട് സകല ദുഷ്ടതയും എല്ലാ വഞ്ചനയും കപടഭക്തിയും അസൂയയും സകലവിധ ദൂഷണവും വിട്ടുകളയുവിൻ. കർത്താവ് നല്ലവൻ എന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിരിക്കയാൽ നിങ്ങൾ രക്ഷയിൽ വളർന്നു വരേണ്ടതിന് നവജാത ശിശുക്കളെപ്പോലെ വചനമെന്ന ശുദ്ധവും ആത്മീയവുമായ പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവം തിരഞ്ഞെടുത്തതും ദൈവത്തിന് വിലപ്പെട്ടതുമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. നിങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ പുരോഹിതവർഗം ആകേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ സിയോനിൽ ഒരു കല്ല്, തിരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ മൂലക്കല്ല് തന്നെ സ്ഥാപിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ പറയുന്നുവല്ലോ. വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് ഈ കല്ല് അമൂല്യമാകുന്നു. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആയിത്തീർന്നിരിക്കുന്നു. അവർ വചനം അനുസരിക്കാത്തതുകൊണ്ട് ഇടറിപ്പോകുന്നു. അതിനായി അവർ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്ത ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനം ആയിരുന്നില്ല, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുൻപേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയരെ, അന്യരും പരദേശികളുമായ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുവിൻ. വിജാതീയർ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് പറഞ്ഞ് ദുഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം ശ്രേഷ്ഠമായിരിക്കട്ടെ. മാനുഷികമായ എല്ലാ വ്യവസ്ഥാപിത അധികാരികൾക്കും കർത്താവ് നിമിത്തം വിധേയരാകുവിൻ. പരമാധികാരി എന്ന നിലയിൽ രാജാവിനും തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുവാനും നന്മ ചെയ്യുന്നവരെ മാനിക്കുവാനും അദ്ദേഹത്താൽ നിയമിക്കപ്പെട്ടവരെന്ന നിലയിൽ ദേശാധിപതികൾക്കും വിധേയപ്പെടുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് മൂഢരുടെ അജ്ഞത നിശബ്ദമാക്കണമെന്നത് ദൈവേഷ്ടമാണ്. സ്വതന്ത്രരായി സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസരായി ജീവിപ്പിൻ. എല്ലാവരെയും ആദരിക്കുവിൻ. സഹോദര സമൂഹത്തെ സ്നേഹിക്കുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ആദരിക്കുവിൻ. ദാസരെ, നിങ്ങളുടെ യജമാനന്മാർക്ക് നല്ലവരും ദയാശീലരുമായവർക്ക് മാത്രമല്ല, ക്രൂരന്മാർക്കും കൂടെ പൂർണ്ണ ബഹുമാനത്തോടെ കീഴടങ്ങിയിരിപ്പിൻ. അന്യായമായി ഉപദ്രവമേൽക്കുന്നവൻ ദൈവബോധം നിമിത്തം വേദന സഹിക്കുന്നുവെങ്കിൽ അത് പ്രശംസാർഹമാണ്. തെറ്റ് ചെയ്തിട്ട് അടികൊള്ളുന്നതിൽ സഹിഷ്ണുത കാണിച്ചാൽ പ്രശംസിപ്പാൻ എന്തുള്ളൂ? എന്നാൽ നന്മ ചെയ്തിട്ട് പീഡനമേൽക്കുകയും അത് ക്ഷമയോടെ സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരം. ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്കു വേണ്ടി പീഡനം സഹിക്കുകയും നിങ്ങൾ അവിടത്തെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഒരു പാപവും ചെയ്തില്ല, അവിടുത്തെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നുമില്ല. തന്നെ ശകാരിച്ചിട്ട് അദ്ദേഹം പകരം ശകാരിച്ചില്ല. പീഡനം സഹിക്കുമ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയില്ല. ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ സ്വയം ഭരമേൽപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് ക്രൂശിന്മേൽ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. അവിടുത്തെ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെപ്പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും ആയവന്റെ അടുക്കൽ മടങ്ങി വന്നിരിക്കുന്നു.